ഹലോ ഗൈസ്, ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭ്രാന്തൻ പോയിന്റ് ഓഫ് വ്യൂസിലേക്ക് ഒന്നുകൂടി സ്വാഗതം എല്ലാവർക്കും. തീർച്ചയായിട്ടും കഴിഞ്ഞ കളി നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെന്നൈ LSG ആയിട്ടുള്ള മത്സരം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ദയനീയമായ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നല്ല പരാജയമായിരുന്നു LSG. കാരണം എന്തെന്ന് പറഞ്ഞാൽ ബാറ്റിംഗ് മൊത്തത്തിൽ പാളി, ബൗളിങ് അതിനേക്കാളും പാളി, മൊത്തത്തിൽ അമ്പേ പരാജയമായിരുന്നു ചെന്നൈയുടെ കഴിഞ്ഞ മാച്ച്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലക്നൌവിന്റെ ആധിപത്യമായിരുന്നു. ടോസ് മുതൽ അവസാനം വരെ LSGയുടെ ആധിപത്യമായിരുന്നു. കാരണം ടോസ് LSGക്കാണ് വീണത്, ഋഷഭ് പന്തിനാണ് വീണത്. അപ്പോൾ അവർ ബൗളിംഗാണ് ചൂസ് ചെയ്തത്. എന്തായാലും ബൗളിംഗ് ചൂസ് ചെയ്ത 89% അവിടെ ജയിക്കാനാണ് സാധ്യത. അതുകൊണ്ട് അവർ ബൗളിംഗാണ് ചൂസ് ചെയ്തത്. അതേപോലെ 89% ചൂസ് ചെയ്തതുപോലെ അവർ വിൻ ചെയ്തിരിക്കുകയാണ് കൂട്ടുകാരെ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതേപോലെയായിരുന്നു, നല്ല രീതിയിൽ ബോൾ ചെയ്തു. ഇപ്പം പറഞ്ഞ നമ്മൾ പറഞ്ഞ ചെന്നൈയുടെ നമ്മളെ പ്രിയപ്പെട്ട സഞ്ജു സാംസണാവട്ടെ, ഋതുരാജ് ഗെയ്ക്വാദ് ആവട്ടെ, ആർക്കും നല്ല രീതിയിൽ ഫോം ആവാൻ കഴിഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ തുഴച്ചിലായിരുന്നു സഞ്ജു സാംസൺ. 20 ബോളിൽ 20 റണ്ണ്, ഭയങ്കര തുഴച്ചിലായിരുന്നു. എങ്കിൽ 2 അടി അടിച്ചിട്ട് പുറത്തായിരുന്നെങ്കിലും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഭയങ്കര നല്ല രീതിയിൽ തുഴഞ്ഞ് ഋതുരാജ് ഗെയ്ക്വാദിന് നല്ല രീതിയിൽ ഫോം ആവാൻ കഴിഞ്ഞിട്ടില്ല. മികച്ച കളിക്കാരെ ആർച്ചാമി എന്നിങ്ങനെയൊക്കെ പേരുള്ള ഡുംബെ, ബ്രവീസ്, ഡിവില്ലിയേഴ്സിന്റെ അടുത്ത പകരക്കാരനെന്നും പറഞ്ഞുകൊണ്ട് ബ്രവീസ് സത്യം പറഞ്ഞാൽ അമ്പേ പരാജയം. ബ്രവീസിന്റെ ഒക്കെ ബാറ്റിംഗ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയിപ്പോയി. അതേപോലെ ഡുംബയുടെ ബാറ്റ്, ഈ ഡുംബെ ഇനി എന്നാണ് ഈ ഫാസ്റ്റ് ബോളിംഗ് അടിച്ച് കളിക്കാൻ പഠിക്കുന്നതെന്ന് എനിക്കറിയാം. ഇത്രയും ദയനീയമായിട്ട് സ്പിന്നിനെ മാത്രം കളിക്കാൻ കഴിവുള്ള ഒരു പ്ലേയേഴ്സിന് ഇവിടെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ചെന്നൈക്ക്. അവസാന ഓവറിലും കൂടി പുള്ളി 6 അടിച്ചില്ലായിരുന്നെങ്കിൽ വെറുത്തു പോയാണ്. ചെന്നൈ ഫാൻസ് തന്നെ വെറുത്തു പോയി. നമ്മൊരു കളി 18ഉം 17ഉം 19ാമത്തെ ഓവറിൽ കൊട്ടി സിംഗിൾസിനാണ് കളിക്കുന്നത്. എന്നാൽ അടിച്ച് നല്ലൊരു റൺ റേറ്റ് കൂട്ടണമെന്നില്ല. ഇന്നലത്തെ ചെന്നൈയുടെ പരാജയത്തിന് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ടീം മൊത്തം കാരണമാണ്. ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുള്ളൂ, എന്തുകൊണ്ട് സ്പിൻ പിച്ചിന് അനുകൂലമായിട്ടുള്ള പിച്ചിലിട്ട് അക്കീർ ഹുസൈൻ എന്തുകൊണ്ട് ടീമിൽ എടുത്തില്ല, പ്ലേയിങ് 11-ൽ എടുത്തില്ല? എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ എന്തുകൊണ്ട്. അപ്പോൾ ആ പുള്ളി കളിച്ച അക്കീർ ഹുസൈൻ കളിച്ച എല്ലാ കളിയും ചെന്നൈ വിജയിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പുള്ളി ഫോം ആയിട്ടുണ്ട്. എന്തുകൊണ്ട് പുള്ളി എടുത്തില്ല? എനിക്ക് ഒരുപക്ഷെ നൂർ അഹമ്മദിന് പകരം ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന അക്കീർ ഹുസൈൻ ആയിരിക്കും. കാരണം നല്ല ബൗളിംഗ് ആണ്, നല്ല പുള്ളി ബൗൾ ചെയ്ത എല്ലാ കളിയും ചെന്നൈ ജയിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അക്കീർ ഹുസൈൻ ഇന്ന ടീം 11-ൽ ഇല്ലാത്തത്? മൊത്തത്തിൽ ക്ലമ്മിങ്ങിൻ്റെ കോച്ചിങ്, ഋതുരാജിൻ്റെ ക്യാപ്റ്റൻസി മുതൽ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ. പക്ഷേ ഒരു ചാൻസ് ഉണ്ടായിരുന്നു ചെന്നൈക്ക് ക്വാളിഫൈഡ് ആവാനായിട്ട്. 4th പോയിന്റ് ടേബിൾ 4th ക്വാളിഫൈഡ് ആവാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ടായിരുന്നു ചെന്നൈക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ മുംബൈയും പഞ്ചാബുമായിട്ട് നടന്ന മാച്ചിൽ പഞ്ചാബിനെ മുംബൈ നല്ല രീതിയിൽ തോൽപ്പിച്ച് ചെന്നൈക്ക് ഒരു ഇത് കൊടുത്തതാണ്. കാര്യം എന്നിട്ടും ചെന്നൈ നല്ല രീതിയിൽ ഡിസപ്പോയിൻറ്റിങ് ഫോമിലാണ് കളിച്ചത്. സഞ്ജു സാംസൺ ആവട്ടെ, ഋതുരാജ് ഗെയ്ക്വാദ്, ആകപ്പാടെ കളിച്ചത് ആ കാർത്തിക് ശർമ്മ മാത്രം. 70 റൺ അടിച്ച കാർത്തിക് ശർമ്മ. ബാക്കി ആരെയും ബാറ്റിംഗ് എനിക്ക് വലിയ തൃപ്തി എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താ തൃപ്തി? മറിച്ച് ബോളിംഗ് ആണെങ്കിലോ ബോളിംഗ് അതിനെ കാട്ടി ശോകമായിരുന്നു. അയ്യോ, അൻഷുൽ കാംബോജിനെ മാർച്ച് അടിച്ച അടി, മിച്ചൽ മാഷ അടിച്ചേക്കാൾ പെറ്റ തള്ള തയ്ക്കില്ല. എന്നാൽ പോട്ടെ, മിച്ചൽ മാഷ അടിച്ച് 90 റൺ എടുത്തിട്ട് പുറത്തായി. എന്നാൽ അടുത്ത വന്ന നിക്കോളാസ് പൂറ അടിച്ച അടി, അവസാനം 4 6 അടിച്ച് ജയിപ്പിക്കുന്ന. ഇതിലും ദയനീയമായ ഒരു പരാജയം ഇതുവരെ കണ്ടു. ബോളിംഗ് പരാജയമാണ്, ഇപ്പോഴും പരാജയമാണ്. ചെന്നൈ ജാമി ഓവർട്ടൺ പോയതിന് ശേഷം ആ ബോളിംഗ് നിര മൊത്തത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ചെന്നൈ ഇത് തിരുത്തേണ്ടതാണ്. ഇനി അടുത്ത മാച്ചിലെങ്കിലും, അടുത്ത 18-ാം തീയതി നടക്കുന്ന സൺറൈസേഴ്സുമായിട്ടുള്ള മാച്ചിലെങ്കിലും ഇത് തീർച്ചയായിട്ടും തിരിച്ചു വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ വീണ്ടും ആ മാച്ച് തോക്കും. അത് കഴിഞ്ഞുള്ളത് ഗുജറാത്ത് ടൈറ്റൻസ് ആയിട്ടുള്ള അവസാന മത്സരം, 21-ാം തീയതിയുള്ള മത്സരം. അതും പക്ഷേ ജയിച്ചില്ലെങ്കിൽ മൊത്തത്തിൽ പുറത്താവും. ഇനിയുള്ള 2 കളി ക്രൂഷ്യലാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചെന്നൈ സൂപ്പർ കിങ്സ് ഇനിയുള്ള 2 മാച്ച് ജയിച്ചില്ലെങ്കിൽ പുറത്താവുമെന്ന്, പ്ലേ ഓഫ് പോലും കാണാതെ പുറത്താവുമെന്ന് ഒരു ഉറപ്പാണ്, 100% ഉറപ്പാണ്. പിന്നെ ബാക്കിയുള്ള പരീക്ഷണം രാജസ്ഥാൻ റോയൽസിൽ നാളെ നടക്കണ കളിയിൽ രാജസ്ഥാൻ റോയൽസിൽ തോക്കണം. നാളെ പഞ്ചാബിൻ്റെ ഒരു കളിയുണ്ട്, RCB പഞ്ചാബ്. ആ കളിയിൽ പഞ്ചാബ് തോക്കണം.
എങ്കിൽ കൂടുതൽ സാധ്യത വീണ്ടും ചെന്നൈക്ക് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നല്ലത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്താവുമെന്ന് അറിഞ്ഞുകൂടെ. എന്താണെങ്കിലും ചെന്നൈയിലെ ബൗളിംഗ് നിരയെ വിശ്വസിക്കാൻ പറ്റില്ല. അതേപോലെയാണ് സഞ്ജുവിൻ്റെ ഫോം. സഞ്ജു ഒരു കളി നല്ല രീതിയിൽ ബാറ്റ് ചെയ്യും, പിന്നെയുള്ള കളി ഒരു 2 കളി ബാറ്റ് ചെയ്യാൻ അങ്ങനെ പറ്റൂല. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 50 30+ സ്കോറെങ്കിലും സഞ്ജു ചെയ്യേണ്ടി എന്നാണ് എൻ്റെ ഒരു അവകാശം. ഞാൻ കട്ട സഞ്ജു ഫാൻസാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു തീർച്ചയായിട്ടും ജാമി ഓവർട്ടൻ്റെ അഭാവം ചെന്നൈ ടീമിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ. തീർച്ചയായിട്ടും ഇതിൽ ഇത് കോച്ചിൻ്റെ ഫ്ലമിങ്ങിൻ്റെ എന്തോ അപാകതയുണ്ട്, കോച്ച് ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ അപാകതയുണ്ട്. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഇന്നലത്തെ കളിയിൽ ചെന്നൈ മൊത്തം പാളിയിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി കാര്യം എന്ന് പറഞ്ഞാൽ അക്കീർ ഹുസൈൻ എന്തുകൊണ്ട് ഇറക്കിയില്ല, സ്പിന്നിന് തുടങ്ങുന്ന പിച്ചിൽ എന്തുകൊണ്ട് അക്കീർ ഹുസൈൻ ഇറക്കിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ അൻഷുൽ കാംബോജിന്റെ മിച്ചൽ മാർഷൽ അടിച്ച അടിയും നിക്കോളാസ് പൂറ അടിച്ച അടിയും കണ്ടു കഴിഞ്ഞാൽ പെറ്റതള്ളതായിരിക്കും എൻ്റെ പൊന്നു മക്കളെ. അമ്മാതിരി അടിയാണ്. അതുകൊണ്ട് ബൗളിങ് സ്ട്രോങ് അല്ല. ബൗളിങ് ജാമി ഓവർട്ടൺ പോയതിനു ശേഷം ബൗളിങ് ഇത്രയും സ്ട്രോങ് ആയിട്ടില്ല. ഭയങ്കര ഫ്ലോപ്പ് ബൗളിങ്ങാണ്. അല്ല ഇനിയിപ്പോൾ ഉള്ള മാച്ച് എന്ന് പറഞ്ഞാൽ മെയ് 18 നടക്കുന്നത് സൺറൈസേഴ്സ് ആയിട്ടുള്ള മാച്ചാണ്. സൺറൈസേഴ്സ് ആയിട്ട് അറിയാല്ല ഭയങ്കര ഫോമാണ്. അവരിവിടെ ജയിക്കുമെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. എന്നിരുന്നാൽ പോലും ജയിച്ചേ തീരുള്ളൂ. ഇനിയുള്ള 2 മാച്ച്, അത് കഴിഞ്ഞിട്ട് 21 മാച്ച് ഗുജറാത്ത് ടൈറ്റൻസുമായിട്ടുള്ള അടുത്ത ചെന്നൈയുടെ മാച്ച്. ഈ 2 മാച്ച് നല്ല രീതിയിൽ നല്ല മാർജിനിൽ ജയിച്ചാലേ ഇനി ചെന്നൈക്ക് നല്ല പ്ലേ ഓഫിലോട്ട് നല്ല ചാൻസ് ഉള്ളൂ. ഇത് നല്ല രീതിയിൽ മാർജിനിൽ ജയിച്ചാൽ മാത്രമേ ചെന്നൈ ഇനി പ്ലേ ഓഫിലെത്തുള്ളൂ. ഇതും കൂടാതെ ഇനിയിപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച നടക്കുന്ന രാജസ്ഥാൻ്റെ മാച്ച് രാജസ്ഥാൻ തോക്കുകയും പഞ്ചാബ് RCB ആയിട്ട് നടക്കുന്ന മാച്ചിൽ RCB ജയിക്കുകയും ചെയ്യുകയും ചെയ്യണം. അപ്പോഴത്തേക്ക് ചെന്നൈക്ക് ശകലം മേൽക്കൈ കൂടുകയും ചെയ്യണം. എന്തായാലും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇനി അടുത്ത മാച്ചിലെങ്കിലും ബൗളിംഗ് നിര, ചെന്നൈയുടെ ബൗളിംഗ് നിര ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ സഞ്ജുവിൻ്റെ കൺസിസ്റ്റൻസി, ഋതുരാജിൻ്റെ കൺസിസ്റ്റൻസി, ബാക്കി പ്ലേയേഴ്സിൻ്റെയൊക്കെ എല്ലാം. ഡുംബെയൊക്കെ ഡുംബയും വേസ്റ്റ്. ബാക്കി എനിക്ക് പറയാൻ പറ്റില്ല. ഡുംബയുടെ ബാറ്റിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ 17, 18, 19 ഓവറിൽ ഡുംബയൊക്കെ ബാറ്റ് ചെയ്യണ കാണുമ്പോൾ തന്നെ വെറുപ്പാണ്. ആൾക്കാർക്ക് മൊത്തത്തിൽ വെറുപ്പാണ്. വെറുത്ത് ആൾക്കാർക്ക് ദേശീയം കൊണ്ടൊന്നും പറയാം. സിംഗിൾസ് എടുത്താണ് കളിക്കുന്നത് ഡുംബയും ബ്രവീസ് ഒരു ഇന്നിങ്സ് ഈ സീസണിൽ നല്ലൊരു ഇന്നിങ്സ് പോലും കളിക്കാത്ത ബ്രവീസാണ്. ഭയങ്കര ഡിവിലിയേഴ്സിന്റെ മോനെന്ന് പറഞ്ഞു വന്ന ബ്രവീസാണ്. സത്യം പറഞ്ഞ അത്രയും അടാറ് വേസ്റ്റ്. അതേപോലെ ഡുംബെ ആർചാമി എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ഇന്നിങ്സ് കളിച്ചിട്ടില്ല. ഫേസ് ബോളിങ്ങിന് പേടിത്തൂറിയായിട്ടുള്ള ഇതേപോലെ ഒരു ബാറ്റ്സ്മാൻ ഞാൻ കണ്ടില്ല. ഇവനെയൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞ ലോകകപ്പിൽ കൊണ്ടുപോയതാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ അതേപോലെ സഞ്ജു സാംസന്റെ കൺസിസ്റ്റൻസിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നവരുണ്ട്. അതേപോലെയാണ് ഞാനും ചോദ്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായും സഞ്ജു കൺസിസ്റ്റൻസി ഫോളോഅപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും സഞ്ജുവിന് അതിനുള്ള എബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. സഞ്ജു അത് ചെയ്തേ പറ്റൂ. കാരണം ഒരു കളി 83 അടിക്കുന്നു, ബാക്കി 2 കളി കളിക്കൂല, പിന്നെ 3ാമത്തെ കളി കളിക്കുന്നത്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്താൽ ടീമിന് ഇപ്പൊ സഞ്ജു കളിച്ചിരുന്നെങ്കിൽ പോലും ടീം ഒന്നുകൂടി പച്ച പിടിക്കുമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അറിഞ്ഞൂടാ. എന്നുവെച്ചാൽ അത് ബോളിംഗ് പിച്ചായിരുന്നു, മൊത്തത്തിൽ ഒരു പ്രശ്നമുള്ള പിച്ചായിരുന്നു. എന്നിരുന്നാൽ പോലും ടീമിന് ആവശ്യമുള്ള സമയത്ത് പെർഫോമൻസ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും മുന്നേറാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ എന്ത് നടക്കുമെന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ നാളെ നടക്കുന്ന രാജസ്ഥാൻ്റെ മാച്ച് രാജസ്ഥാൻ തോക്കുക, പഞ്ചാബ് തോക്കുക, ചെന്നൈക്ക് ഇച്ചിരി കൂടി മേൽക്കൈ കിട്ടും. അടുത്ത 2 മാച്ച് കൂടി ചെന്നൈ ജയിച്ചിരുന്ന നല്ല രീതിയിൽ 16 പോയിന്റുമായിട്ട് ചെന്നൈ പ്ലേ ഓഫിലോട്ട് വന്നു. ഇല്ലെങ്കിൽ ചെന്നൈയും ധോണി പയ്യയും ടീമും നേരെ വീട്ടിലോട്ട്. എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ ടീമിലോട്ട് വന്നതേ ഉള്ളൂ. ടീമിൽ വന്നതിന് ശേഷം ആണ് പെട്ടെന്ന് ഇനിയിപ്പോൾ ചെന്നൈ പ്ലേ ഓഫിൽ കയറാതെ പോകണമെങ്കിൽ ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എന്തായാലും അത് കാണൂലെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പ്ലേ ഓഫിലോട്ട് എത്തുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും പ്ലേ ഓഫിലോട്ട് എത്തുകയെന്ന് വിചാരിക്കുന്നു. നല്ലത് മാത്രം നടക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നല്ലത് മാത്രം നടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഭ്രാന്തൻ വരികയാണ്. ഭ്രാന്തൻ്റെ പുതിയ വീഡിയോ ആയിട്ട്. ബൈ ഫ്രം ഭ്രാന്തൻ പോയിന്റ് ഓഫ് വ്യൂസ്.